നിങ്ങളോട് ചേർന്ന് ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ പങ്കുതന്ന ദൈവത്തിന് സ്തുതി. ഒരു തരത്തിൽ അവിചാരിതമാണ് എൻ്റെ ഈ സമ്മേളനത്തിലുള്ള പ്രാതിനിധ്യവും. എന്നാലും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുക എന്നുള്ളത് തമ്പുരാൻ ഒരുക്കി തന്ന വലിയ ദിവസമായി ഞാനതിനെ കണക്കാക്കും. ജനിച്ചപ്പോൾ മുതൽ ഈ തിരുമേനിമാരെ സ്വീകരണത്തിലാണ്. ഉണ്ടായി കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും സ്വീകരണം തന്നെയാണ്. റമ്പാന്മാരായിരുന്നപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയത്ത് ഇവർ മുഴുവൻ നാട് ചുറ്റും നടക്കുകയായിരുന്നു. ആളുകൾ അത്രമാത്രം ഈ റമ്പാന്മാരെ സ്നേഹിക്കുകയും മെത്രാന്മാരായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നേഹം ഇരട്ടിപ്പിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ആദ്യമായിട്ടാണ് ഇവർ 3 പേരെ ഒന്നിച്ച് കാണാനും ഒരു അഭിനന്ദന മീറ്റിങ്ങിൽ പങ്കെടുക്കാനും കഴിയും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വളരെ 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 നന്ദിയുണ്ട്. തമ്പുരാൻ്റെ സെലക്ഷൻ എങ്ങനെയാകുന്നെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ജനനം തന്നെ അങ്ങനെയാണ്. സോ മിസ്റ്റീരിയസ്ലി ആൻഡ് വണ്ടർഫുള്ളി എന്ന് 139 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ തന്നെ ഈ വൈദിക തെരഞ്ഞെടുപ്പും മെത്രാന്മാരുടെ സ്ഥാനാരോഹണവും എല്ലാം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഉദ്ദേശിക്കുന്നവരാരും തിരഞ്ഞെടുക്കപ്പെടുന്നില്ല. തിരഞ്ഞെടുക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മക്കളായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ തരും. ദൈവത്തിൻ്റെ ഹൃദയം വായിക്കാൻ അറിയുന്നവരായിരിക്കണം പുരോഹിതൻ, മെത്രാൻ എന്ന് ചുരുക്കം. അപ്രകാരം ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലും ദൈവം നമുക്ക് ഈ പ്രിയ തിരുമേനിമാരെ തന്നു. അവരുടെ ജീവിതവും ശുശ്രൂഷയും നേതൃത്വവും അനുഗ്രഹകരമായ ഒരു അനുഭവമാവട്ടെ എന്ന് നിങ്ങളോട് ചേർന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. സക്രിയാസ് മാർ അപ്രേം തിരുമേനി പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്നാണ് അപ്രേമിനെ കുറിച്ച് പറയുന്നത്. അനുഗ്രഹീതമായ സുറിയാനി സഭയിൽ അനുഗ്രഹീതമായ പാട്ടുകൾ രചിച്ച് ദൈവബന്ധവും ക്രിസ്തു ബന്ധവും എങ്ങനെ ഒരു വിശ്വാസിക്ക് അതിലൂടെ നിലനിന്ന് വളർന്ന് പാടിപ്പാടി സ്വർഗത്തോളം എത്തുന്ന ഒരു അനുഭവത്തിലെത്താൻ കഴിയുമെന്ന് മാർ എഫ്രൈമിൻ്റെ പാട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ആരാധനാക്രമത്തിലെല്ലാം മാർ എഫ്രൈമിൻ്റെ പാട്ടുകളുണ്ട്. നമ്മുടെ എഫ്രൈം തിരുമേനിയും സുറിയാനി രാഗത്തിലും സുറിയാനി ഭാഷയിലും പ്രാവീണ്യമുള്ള ഒരാളായതുകൊണ്ടും അതിനോട് ആഭിമുഖ്യമുള്ള ആളായതുകൊണ്ടും നമുക്കെല്ലാം വളരെ താല്പര്യമുണ്ട്. സഭ ധന്യമായ ഒരു അനുഭവത്തിൽ മുന്നോട്ട് പോകും. അഭിനന്ദനായ യുവാനിയോസ് തിരുമേനി, നമുക്ക് ക്രിസോസ്റ്റം എന്നൊരു പേരുണ്ടായിരുന്നൊരു തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞാണ് നമുക്ക് യുവാനിയോസ് എന്നൊരു പേര് കിട്ടി. രണ്ടും ഒരു പേരാണ്, ഒരാൾ തന്നെയാണ്. സ്വർണ്ണ നാവുകാരൻ എന്ന് പറഞ്ഞു. തിരുമേനി നല്ലൊരു പ്രഭാഷകനാണ്. തിരുമേനിയുടെ അനുഗ്രഹീതമായ നേതൃത്വം നോക്ക്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഡിഗ്രികളെല്ലാം കൊണ്ട് വായിച്ചാൽ തന്നെ ഒരു പേജിൽ നിറഞ്ഞു നിൽക്കും. ഇത്രമാത്രം കാലത്തിന് ഉചിതമായ രീതിയിൽ നമുക്ക് തമ്പുരാൻ നൽകി തന്ന യുവാനിയോസ് തിരുമേനിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അഭിനന്ദനായ സെറാഫീൻ തിരുമേനി ഒരു ദേറാക്കാരനായിരുന്ന് ചെറുപ്പം മുതൽ ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി മാറ്റിവെച്ച് സിഹറ ആശ്രമത്തിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത് ദൈവം സെലക്ട് ചെയ്ത് നമുക്ക് തന്നാണ്. സെറാഫീം ദൂതന്മാരുടെ ഗണത്തിൽപ്പെട്ടയാളാണ്. നിരന്തരം ഉറക്കം കൂടാതെ കണ്ണിമയ്ക്കാതെ നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന മാലാഖന്മാരുടെ കൂട്ടത്തിലാണ് അദ്ദേഹം. നമുക്ക് ഈ 3 പിതാക്കന്മാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം.